Hi everyone. Again, this is a shopping vlog in Lulu. ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്ന വാച്ച് കെട്ടി നോക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഞാൻ കാസിയോ പോയിട്ടുള്ളതാണ്. കാസിയോയിൽ ഹസ്ബൻഡിന് ഒരു വാച്ച് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് കണ്ട് ഇഷ്ടമായിട്ട് അത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ആ വാച്ചാണ് ഈ കാണിക്കുന്ന 85 സീരീസിൽ വരുന്ന ഒരു കിഡിലം വാച്ച്. കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫർ സീസണിലാണ് ഈ വാച്ച് ഞാൻ പോയി മേടിച്ചിട്ടുള്ളത്. ഡിസംബർ ഒരു 15th ആ ടൈമിലാണ് മേടിക്കുന്നത്. ദെൻ അപ്പോഴത്തേനും പിന്നെ ന്യൂ ലോഞ്ച് വന്നിട്ടുള്ള വാച്ചുകൾ നോക്കുന്നു. പുള്ളിക്കൊരു വാച്ച് നോക്കുമ്പോൾ എനിക്കും ഒരു വാച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വാച്ചാണ് ഞാൻ ആദ്യം ഇട്ട് നോക്കുന്നത് കാണിച്ചത്. ദെൻ അവിടെയുള്ള ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ ന്യൂ ലോഞ്ച് ന്യൂ കളക്ഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഓഫേഴ്സ് ഒത്തിരി ആഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫേഴ്സ് ഉള്ളത് നോക്കി. കാസിയോ എൻഡൈസ സീരീസിൽ ഇപ്പോൾ ഒരുപാട് ന്യൂ മോഡൽസ് ലോഞ്ച് ആവുന്നുണ്ട്. ഈ റെക്റ്റാങ്കിൾ ഡയൽ സ്ക്വയർ ഡയൽ വാച്ച് ഇപ്പോൾ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ അത് വെച്ച് നോക്കുന്നതാണ്. എന്നിട്ട് വാച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ലുലുവിൽ തന്നെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ മാക്ഡൊണാൾഡ്സിലേക്ക് പോയി. നല്ല എന്താ പറയുക, കോഫി കുടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കോഫി കുടിക്കാനായിട്ട് ഞാൻ മെക്ഡൊണാൾഡിൽ പോയി. ദെൻ ഒരു കോഫിയും ഒരു ബർഗറും കഴിച്ചു. നല്ല കോഫി ആയിരുന്നു. അവർ വിത്തൗട്ട് ഷുഗർ ആയിട്ടാണല്ലോ കോഫി സെർവ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ ഷുഗർ സാഷെ പാക്കറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 പാക്കറ്റ് ഷുഗർ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ടാണ് കോഫി കുടിച്ചത്. ലുലുവിലെ മെക്ഡൊണാൾഡ്സിൽ ഇരുന്നാൽ നല്ല വ്യൂ ആണ്. ഔട്ട്സൈഡ് വ്യൂ നല്ല രസമാണ്. മെട്രോ പോകുന്നത് കാണാം. ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് സമാധാനമായിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബർഗർ വന്നു. ദെൻ ബർഗറും കഴിച്ചിട്ട് ഞാൻ അഗെയിൻ അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഞാൻ ലുലുവിൽ പാരഗണിൽ ബിരിയാണി കഴിക്കാൻ കയറിയതിപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നില്ലേന്ന്. നമ്മൾ സെൽഫ് കമ്പനി എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറാനും ഒക്കെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. എനിക്കത് ഇഷ്ടമാണ്. ഇപ്പം ഞാനും ഹസ്ബൻഡും ഞാനും ഫാമിലി ബാക്കിയുള്ളവർ പോകുന്നത് ഇഷ്ടമാണ്. ഫ്രണ്ട്സായിട്ട് പോകുന്നത് എല്ലാം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സെൽഫ് കമ്പനി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മന്ത്ലി 2 ടൈംസ് എങ്കിലും ഒറ്റയ്ക്ക് ഞാനൊന്ന് ലുലുവിൽ ഷോപ്പിങ്ങിനായിട്ട് പോവാറുണ്ട് കേട്ടോ. ദെൻ അവിടുന്ന് ഞാൻ നേരെ നൈക്കയുടെ ഔട്ട്ലെറ്റിലേക്ക് പോയി. ഷോപ്പിലേക്കല്ല, നൈക്കയുടെ ഔട്ട്ലെറ്റിലേക്ക് പോയി. ഔട്ട്ലെറ്റിൽ പോയിട്ടൊരു ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാൻ വെറുതെ ഔട്ട്ലെറ്റ് കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ നൈക്ക ഇപ്പോൾ പുതിയ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചു. ദെൻ അവിടെ നിന്ന് നേരെ R&Bയിലേക്കാണ് പോയത്. R&B ഈസ് ജസ്റ്റ് നിയർ ദ ലുലു കണക്ട് ഷോപ്പ്. അപ്പോൾ ആഫ്റ്റർ R&B I went to Lulu Connect for taking the bed sheets, pillow covers and all that. അവിടെ ലുലു കണക്റ്റിൽ നല്ല ബെഡ് ഷീറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ ടവൽസ്, മൈക്രോ ഫൈബർ ടവൽസ് ഒക്കെ നല്ലത് കിട്ടും ലുലു കണക്റ്റിൽ. അങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് അവിടെ പോയി. ദെൻ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് നോക്കുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം ഞാൻ അങ്ങനെ ഫ്ലവേഴ്സ് വീട്ടിൽ വെക്കാറില്ല, പ്ലാസ്റ്റിക്. സോ അതൊക്കെ നോക്കി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ റിട്ടേൺ ബാക്ക് മൈ ഹോം. ഈ കാണുന്ന കവേഴ്സിലുള്ളതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മൈ അക്കാഡമി സ്റ്റുഡൻസ് എക്സാം, അവരുടെ പോർഷൻസ് കഴിഞ്ഞില്ല. ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി റിഫ്രൈൻ ഫ്രം ഓൾ ദോസ് സ്റ്റഫേഴ്സ് മൈ ഷോപ്പിംഗ് ഇൻ ലുലു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ ഷോപ്പിങ്ങിന് പോകുന്നത്. കുറച്ച് ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു ഐഡിയ ആണ് ഈ ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ഇതാണ് ലുലു മോളിലേക്കുള്ള കൺകോഴ്സ്. ഒരുപാട് ആൾക്കാർ ഡെയിലി ട്രാവൽ ചെയ്യുന്നൊരു കൺകോഴ്സാണ്, ക്രോസ് ചെയ്ത് പോകുന്നൊരു കൺകോഴ്സാണ്. എടപ്പള്ളി ആലുവ റൂട്ട് ലുക്സ് ലൈക്ക് ദിസ് ഇൻ ദ ഈവനിങ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മെട്രോ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നുണ്ട്. 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറയ്ക്കുള്ള മെട്രോ വന്നു. അപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ ടൗണിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വഴി വന്ദേ ഭാരത് പോകുന്നുണ്ടായിരുന്നു, ഈവനിങ് വന്ദേ ഭാരത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ദേ ഭാരത് പോകുന്നത് നോക്കി നിന്നിട്ട് അവിടെ കണ്ടൊരു വലിയ മിറർ കണ്ട ആരാണെങ്കിലും ഒന്ന് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അത് കണ്ടിട്ടുള്ള ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്.
അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ദെൻ പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഗൈസ് ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഷോപ്പ് ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇനി ഈ ക്ലാസ്സൊക്കെ പോയിട്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് അവിടെ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ 8 മണിയായി. ഇനിയിപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സോ അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് എന്താ മേടിച്ചതെന്ന് കാണിക്കാം കേട്ടോ. നൈക്കയുടെ കളറിലേക്ക് ഞാൻ ആറഞ്ചിൽ നിന്ന് മേടിച്ചത്. കുഞ്ഞിന് 2 ഉടുപ്പ് മേടിച്ചായിരുന്നു. അത് ഞാനൊന്ന് മാറ്റിയിരിക്കട്ടെ. ദെൻ ദിസ് ഇസ് മൈ ഡോട്ട് ആൻഡ് കീ സൺസ്ക്രീൻ. ദെൻ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒബ്സെഷൻ ഉള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക്സ് മേടിക്കുന്ന ഒരു ആളുമാണ്. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാം. ഇത് നൈക്കയുടെ സൂപ്പർ ലൈറ്റ് ഫെദർ ടച്ച് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ടി എന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് എങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് കാണാമോ? ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ആ ഷെയ്ഡാണ്. ഈ ഷെയ്ഡില്ലേ, ഇത് ഞാൻ അവിടെ നിന്ന് ഇട്ടതാണ്. ഞാൻ ഹ്യൂഡയുടെ ഒരു ബോക്ഷൻ എന്നൊരു ഷെയ്ഡുണ്ട്, ഹ്യൂഡ ബ്യൂട്ടിയുടെ ബോക്ഷൻ. അതാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് മോർണിംഗ്. പക്ഷേ ലിപ്സ്റ്റിക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് വൈപ്പ് ഓഫ് ചെയ്തിട്ട് ഈ ഫ്ലോട്ടി ഇട്ടായിരുന്നു. അപ്പോൾ ഫ്ലോട്ടി ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ ഈ ഫ്ലോട്ടി മേടിച്ചു. ദെൻ ഇപ്പോൾ മെറ്റാലിക് ഷെയ്ഡ്സ് ഭയങ്കര പോപ്പുലർ ആണല്ലോ നമ്മുടെ നെയിൽ പോളിഷ് ഇതിൽ. അതുകൊണ്ട് ഒരു നൈക്കയുടെ മെറ്റാലിക് പിങ്ക് ഒരു നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരു സിമ്പിൾ ഐ ഷാഡോ പാലറ്റ് ഫോർ ജസ്റ്റ് ഇപ്പോൾ ഒരു വെറുതെ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു ഷെയ്ഡ് ഐസിന് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനിടാമെന്ന് പറയാം. ഞാൻ അങ്ങനെ ഡെയിലി ഐ ഷാഡോ ഉപയോഗിക്കുന്ന ആളല്ല. ഐ ഷാഡോ ഓൺലി ഫോർ ഫംഗ്ഷൻ വെയർ ആയിട്ട് മാത്രമാണ് ഐ ഷാഡോ യൂസ് ചെയ്യുന്നത്. പക്ഷേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഐ ഷാഡോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡുള്ള ഒരു ഐ ഷാഡോ മേടിച്ചതാണ്. ഞാൻ മേടിച്ച ഏറ്റവും മെയിൻ തിങ്, ഞാൻ ഇത് മേടിക്കാനാണ് പോയത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഹസ്ബൻഡിന് എഡിഫൈസിൻ്റെ ഒരു വാച്ച് മേടിക്കുക എന്നുള്ളത്. ഞാൻ ഒരുപാട് വാച്ച് മേടിക്കൽ കാണിക്കലുണ്ടല്ലോ. പക്ഷേ ഹസ്ബൻഡ് ഞാൻ ജി ഷോക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻഡൈസർ ഉണ്ട്, പിന്നെ പുള്ളിയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ ടൈറ്റൻ, അത് BPCL ഗിഫ്റ്റ് ചെയ്ത ഒരു വാച്ചാണ്, അത് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാത്തൊരു ടൈറ്റൻ ഉണ്ട്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതിന് എഡിഫൈസ് വേണമെന്ന്. അങ്ങനെ ഞാൻ എഡിഫൈസ് മേടിച്ചു. എഡിഫൈസിന് ഓഫർ ഉണ്ടായിരുന്നു. സോ എപ്പോഴും പറയുന്ന പോലെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് അവരെനിക്ക് ഫോട്ടോ അയച്ചു തന്നു. എഡിഫൈസിൽ ഓഫർ വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വീഡിയോ അവർ അയച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അടിപൊളി അർച്ചന, അടിപൊളി, ആദ്യമായിട്ടാണ് ഒരു അടിപൊളി അർച്ചന എന്ന് പറയുന്നത്. ഒരു എൻഡൈസർ സീരീസ് ആണ്. എൻഡൈസറിലെ എല്ലാവർക്കും അറിയായിരിക്കും ടിഫനി ബ്ലൂവിൽ വരുന്ന ടിഫനി ബ്ലൂ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ടിഫനി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ സിമ്പിൾ എൻഡൈസർ ഓൺലി ഫോർ 2700 rupees. You believe? Yes, it's only 2700 under the offer price. Not the normal original price. It's under offer price 2700. അടിപൊളിയല്ലേ? അത് like it. നല്ല വെയിറ്റ് ഉള്ള കിടക്ക് വാച്ച്. Thank me first. Thank you Archana. Thank you very much. Favorite watch. അടിപൊളിയല്ലേ? Super watch. ഷോമി യാ പൊളി ഭഗവാനെ. ഇനി എൻ്റെ വാച്ച് കൂടി നോക്കൂ. നല്ല വാച്ചാണല്ലോ. ടിഫനി ഇതിലെ ലുക്ക് ഉണ്ടല്ലേ? ഞാൻ അത് എടുക്കണ്ടെന്നാ വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അത് എടുക്കാതെ പോകുന്ന നഷ്ടമാവും. കാരണം ഭയങ്കര ഓൺലൈൻ സെയിലുണ്ട്. സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാ, എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്കാ കാണിക്കണേ. എൻ്റെ കയ്യിലേക്ക് ഇട്ടേക്ക്. ലിപ്സ്റ്റിക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്തത് പറ, എങ്ങനെയുണ്ട്? സൂപ്പർ വാച്ച് ആണോ? കിട്ടില്ല. ആണോ? കേട്ടില്ല വാച്ച്. ഇത് വാങ്ങിയാൽ വന്നിരുന്നെങ്കിൽ നഷ്ടമായി പോയി. ആണോ? നല്ല വാച്ചല്ലേ?